വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസമനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ്. അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല. കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്താവിനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതുള്ളൂ. പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ്. കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ അർപ്പിക്കാൻ പാടുള്ളൂ, അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അദ്ദേഹത്തോടെ അള്ളാഹുവിനോട് സഹായം തേടാൻ പാടുള്ളൂ. ഇതിനെല്ലാം ലംഘനമാണത്. താനെന്ത് തേങ്ങയോടോ പറയുന്നത്? മമ്മൂക്കയുടെ സുഹൃത്താണ് മോഹൻലാൽ. മമ്മൂക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ സുഹൃത്തായ മോഹൻലാൽ, അദ്ദേഹം ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അദ്ദേഹത്തിന്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം പ്രാർത്ഥിച്ചു. ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ അങ്ങനെയാണ്. തനിക്ക് ആത്മാർത്ഥമായ സുഹൃത്തുക്കളില്ലാത്തതിന്റെ അസൂയ ഇവിടെ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. എനിക്കുണ്ട് ഒരുപാട് ഹൈന്ദവ സുഹൃത്തുക്കൾ, ക്രൈസ്തവ സുഹൃത്തുക്കൾ. എനിക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ അവർ ആത്മാർത്ഥത ഉള്ളവരാണെങ്കിൽ അവർ പ്രാർത്ഥിക്കും, ഞാനും തിരിച്ച് പ്രാർത്ഥിക്കും. മമ്മൂക്ക പറഞ്ഞിട്ട് ചെയ്തതാണെങ്കിൽ എന്തോ വലിയ അപരാധമാണത്രേ. എവിടെയോ ഒരാൾ സുഖമില്ലാതെ കിടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കുടുംബക്കാരോടും കൂട്ടുകാരോടും ബന്ധുക്കളോടൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അത് ഏത് മതവിശ്വാസി ആയിക്കോട്ടെ, അവരുടെ മതത്തിന്റെ വിശ്വാസം അനുസരിച്ച് അവർ പ്രാർത്ഥിച്ചോളും. തനിക്കൊക്കെ എന്താണ് കുഴപ്പം? കേരളത്തിന്റെ മതേതരത്തിന്റെ ഒരു വെളിച്ചമാണ് അതൊക്കെ. അതൊന്നും ഇല്ലാതാക്കാൻ നിങ്ങളെപ്പോലുള്ളവരാണ് ശ്രമിക്കുന്നത്. ഇത്രയൊക്കെ പ്രായമായില്ലേ, ഇനിയൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിച്ചൂടെ? മനുഷ്യനെ തമ്മിത്തല്ലി ചോര കുടിച്ച് നിർത്തി മനുഷ്യനായിട്ട് ഇനിയെങ്കിലും ജീവിക്കുക. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല, കാരണം എന്നെക്കാണ് ഒരുപാട് പ്രായത്തിന് മൂത്തതായതുകൊണ്ടാണ്. നിങ്ങളെപ്പോലുള്ളവരാണ് ഇന്ത്യയുടെയും കേരളത്തിലെയും മുസ്ലിമിന്റെ ശാപം. അത് ആദ്യം മനസ്സിലാക്കുക. മമ്മൂക്ക തൗബ ചെയ്യണത്ര നാണമുണ്ടോ?